ഡൽഹിക്ക് ശേഷം ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ മഹാരാഷ്ട്രയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് അഥവാ ബംഗ്ലാദേശികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കാനായി ദേവേന്ദ്ര ഫഡ്നാവിസ് പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ മുഴുവൻ ചുമതല ATS അഥവാ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിനായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓരോ അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും നാട് കടത്താനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫഡ്നാവിസ് ഉത്തരവിട്ടിരിക്കുന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള ഏറ്റവും വലിയ തീരുമാനം ആണ് ഇത് എന്ന രീതിയിലാണ് ഈ തീരുമാനത്തെ വിലയിരുത്തപ്പെടുന്നത്. ബംഗ്ലാദേശികൾക്കെതിരെ വൻ ക്രാക്ക് ഡൗൺ എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 60-ലധികം ബംഗ്ലാദേശി കുടിയേറ്റക്കാരെയാണ് മഹാരാഷ്ട്ര ATS അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇതിനെ കൂടാതെയാണ് ഇനിയും ബംഗ്ലാദേശികളും ഇല്ലീഗലായിട്ടുള്ള റോഹിംഗ്യകളും ഉണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ കണ്ടുപിടിക്കാനുള്ള നീക്കം നടത്താനായി ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് ഉത്തരവിട്ടിരിക്കുന്നത്. മിക്ക ബംഗ്ലാദേശികളും മഹാരാഷ്ട്രയിലെ മുംബൈ കേന്ദ്രീകരിച്ചാണ് തമ്പടിച്ചിരിക്കുന്നത്. പോരാത്തതിന് നവി മുംബൈ, താനെ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരിൽ ഭൂരിഭാഗം പേരും അറസ്റ്റിലാകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡൽഹിയിലേതിന് സമാനമായ രീതിയിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് ബംഗ്ലാദേശികൾക്ക് വീടുകൾ വാടകയ്ക്ക് കൊടുക്കരുതെന്നും അവരെ സഹായിക്കരുത് എന്നുമുള്ള ഉത്തരവ് അവിടെ ദേവേന്ദ്ര ഫഡ്നാവിസ് പുറപ്പെടുവിച്ചു. നേരത്തെ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ സക്സേനയായിരുന്നു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള മാസീവായിട്ടുള്ള ഒരു ഡ്രൈവ് തന്നെയാണ് ഡൽഹിയിൽ നടന്നത്. ഡൽഹിയിൽ ഇതേ തുടർന്ന് 1600 ഇല്ലീഗൽ ബംഗ്ലാദേശികളെയാണ് കണ്ടെത്തിയത്. അതിനുശേഷം ഇവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്ന് അവരെ മാറ്റണമെന്നും ഇവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തന്നെ അയക്കണം എന്നുള്ള തീരുമാനവും പുറത്തു വന്നിരുന്നു. ആസാമിലടക്കം വലിയ രീതിയിലുള്ള ഡ്രൈവുകൾ ഹിമന്ത ബിശ്വ ശർമ്മ ഇതേ തുടർന്ന് നടത്തിയിരുന്നു. രാജ്യത്തെമ്പാടും വലിയ ഡ്രൈവുകളാണ് നടക്കുന്നത്. ഡ്രൈവ് നടക്കാത്ത ഒരു സ്ഥലം കേരളം മാത്രമാണ്. ഇല്ലീഗൽ ബംഗ്ലാദേശികൾക്കും റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കും ഏറ്റവും സുരക്ഷിതമായ താവളമായി മാറുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.